ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഒരു പൗരന് എങ്ങനെ പ്രയോജനകരമാകുന്നു എന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ voters.eci.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പേജിലോട്ട് എത്തും. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തൊക്കെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് സർവീസുകളിലേക്ക് കടക്കാൻ. അതിനു മുമ്പായിട്ട് ഞാനിപ്പോൾ ഇതിലൂടെ പറയുന്നത് ഈ പേജ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഇതിൻ്റെ പേജ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രം. അപ്പോൾ നമുക്ക് ഈ പേജിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത് മുകളിലത്തത് SIR ഫൈനൽ പബ്ലിക്കേഷൻ 2025 ബീഹാർ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ വരുന്നത് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫിൽ ഫോം 6, അതായത് പുതുതായിട്ട് വോട്ട് ചേർക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് ഫോം 6. നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷനുകളാണ് ഇതൊക്കെ പറയുന്നതെല്ലാം. പിന്നെ അതിൽ രണ്ടാമത്തേതാണ് ഫോം 6. പുതുതായിട്ട് വോട്ട് ചേർക്കുന്ന എല്ലാവർക്കും ഫോം 6 പുതുതായിട്ട് വോട്ട് ചേർക്കാം. അതായത് പിന്നെ വരുന്നതാണ് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ NRI പ്രവാസികൾക്ക് ഇതേമാതിരി ഫോം 6A അവർക്കും വോട്ടർ ലിസ്റ്റിൽ ഇടം തേടാൻ കഴിയും. പിന്നെ വരുന്നതാണ് ഡിലീഷൻ ഫോം 7, അതായത് വോട്ടർ ലിസ്റ്റിൽ നിന്ന് അതായത് നീക്കം ചെയ്യാനുണ്ടെങ്കിൽ കൂടുതലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും മരിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ വേണ്ടി കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ഒരു ഫോമാണത്. ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫോമാണത്. പിന്നെ കറക്ഷൻ എൻട്രി ഫോം 8, ഇത് കൂടുതൽ പേർക്കും ആവശ്യമായി വരുന്ന ഒരു ഫോമാണ്. അതായത് നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസുകൾ തെറ്റുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, മൊബൈൽ ലിങ്ക് ചെയ്യാൻ, ആധാർ ലിങ്ക് ചെയ്യാൻ, ഇങ്ങനെ റിലേഷൻ്റെ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാൻ, ഇതിനെല്ലാം ഈ ഫോം 8 നമ്മൾ അതിൻ്റെ സർവീസ് ചെയ്യുന്നത്. പിന്നെ ഫോം M എന്ന് പറഞ്ഞത് നമ്മൾ ബാധിക്കുന്ന കേസല്ല. അത് കാശ്മീർ, ഡൽഹി, ജമ്മു ഇവിടെയൊക്കെ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് വരുന്ന കേസാണ്. പിന്നെ ഫോം 12C എന്ന് പറഞ്ഞാൽ കാശ്മീരുമായി ബന്ധപ്പെട്ട് കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന കേസാണ്. പിന്നെ അടിയിലോട്ട് വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്ഡേറ്റുകൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇലക്ഷൻ റിസൾട്ടുകൾ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ വലതു സൈഡിലായിട്ട് വന്ന സർവീസ് കാണിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഇൻഡൻസി റിവിഷൻ SIR 2026. ഇതിൽ നമുക്ക് ഇപ്പം SIRമായി ബന്ധപ്പെട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫിൽ എനുമറേഷൻ ഫോം നമുക്കിതിലൂടെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് SIR എന്നുള്ള അതിൻ്റെ ലാസ്റ്റ് വോട്ടർ ലിസ്റ്റിലുള്ള പേരുകൾ നമുക്കിതിലൂടെ ആളുകളെ അവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലൂടെ കണ്ടെത്താൻ കഴിയും. പിന്നെ രജിസ്റ്റർ കംപ്ലൈൻറ്റ് ഷെയർ സെക്ഷൻ, നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് കംപ്ലൈൻറ്റുകൾ കൊടുക്കാൻ പറ്റും. പിന്നെ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അതിൻ്റെ റെഫറൻസ് നമ്പർ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. പിന്നെ ബുക്ക് എ കോൾ വിത്ത് BLO, നമ്മളെ BLOനെ ബന്ധപ്പെടാനുള്ള ഒരു പേജാണത്. പിന്നെ ഈ എപ്പിക് ഡൗൺലോഡ്, നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ സെർച്ച് യുവർ നെയിം വോട്ടർ ലിസ്റ്റിൽ നമ്മളെ പേര് സെർച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ ഡൗൺലോഡ് ഇലക്ടോറൽ റോൾ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത്ര കാര്യങ്ങളാണ് ഇതിൽ. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റാണ് ഈ കാണുന്നത്. ഇത് ആവശ്യമുള്ളവർ ഇത് കോപ്പി ചെയ്തെടുക്കുക. ഇത്രയാണ് ഇപ്പോൾ നമുക്ക് ഈ പേജിൽ പറയാനുള്ളത്. അപ്പം ഇത്രയും സർവീസുകൾ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സർവീസുകളാണ്. നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സർവീസുകളാണ്. ഇതിലെ ഓരോ ഫോമിൻ്റെയും ഓരോ വീഡിയോയും ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിൽ കയറി ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും മറ്റും ഇത് ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു, ബൈ.